കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ പുറമ്പോക്ക് ഭൂമിക്കും പരിസ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രത്തിനും സമീപം പുതുശ്ശേരിക്കടവിലാണ് മറൈൻ കോഴ്സുകൾ പഠിപ്പിക്കുന്ന യൂറോടെക് എന്ന സ്ഥാപനം. കോഴ്സിന്റെ പ്രായോഗിക പരിശീലനത്തിനായി താൽക്കാലിക ജെട്ടി നിർമ്മിക്കാനുള്ള അനുമതിക്കായി യൂറോടെക് 2001 ഒക്ടോബറിൽ പഞ്ചായത്തിനെ സമീപിച്ചു. പരിസ്ഥിതി പ്രശ്നമോ വികസനത്തിന് തടസ്സമോ ഉണ്ടെങ്കിൽ പൊളിച്ചു മാറ്റണമെന്ന വ്യവസ്ഥയിൽ പഞ്ചായത്ത് അനുവാദം നൽകി. എന്നാൽ യൂറോടെക് നിർമ്മിച്ചതാകട്ടെ വൻ കോൺക്രീറ്റ് ബീമുകളുള്ള സ്ഥിരം സംവിധാനവും കൂടാതെ കടവിലേക്കുള്ള വഴി കെട്ടിയടയ്ക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ആ ബണ്ട് തുറന്നു കിട്ടണം. ഇതിലെ ഈ ബണ്ടേ കൂടിയാണ് കിഴക്കമ്പലത്തൊക്കെ ഞങ്ങൾ നടന്നുപോയി പഠിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇതിനു വേണ്ടി ഞങ്ങൾ 3-4 കൊല്ലമായി 5-6 ആൾക്കാർ കൂടി ഇവരുടെ പുറകെ നടക്കണം. സ്ഥാപനത്തിലെ ക്യാൻറ്റീനിൻ്റെ ബാൽക്കണി കടമ്പറയാറിലേക്ക് നീട്ടിയെടുത്തിരിക്കുന്നു. സെപ്റ്റിക് ടാങ്കിലെ വേസ്റ്റും ക്യാൻറ്റീനിൽ നിന്നുള്ള അഴുക്കുചാലും ഒഴുക്കിവിടുന്നതും ആറിലേക്ക്. കയ്യേറ്റം വേഗത്തിലാക്കുന്നതിനാണ് ആറിലെ പായൽ നീക്കം ചെയ്യാത്തതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. യൂറോടെക്കിൻ്റെ അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും പൊളിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയെന്നും കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഏലിയാസ് കരിപ്ര പറഞ്ഞു. ഈ ബോട്ടിയെട്ടി പൊളിച്ചു കളയാനുള്ള നിർദ്ദേശം സ്ഥാപന ഉടമയ്ക്ക് കൊടുക്കാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഒരു സംശയം വേണ്ട, പഞ്ചായത്ത് വളരെ ശക്തമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കും. എന്നാൽ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്തിൻ്റെ അനുമതിയോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും പഞ്ചായത്തിൽ നിന്നും ഒരു നിർദ്ദേശവും കിട്ടിയിട്ടില്ലെന്നും യൂറോടെക് MD പോൾ ജോൺസൺ പ്രതികരിച്ചു. പാവപ്പെട്ടവൻ തലചായ്ക്കാൻ പുറമ്പോക്കിൽ ഒരു കുടിൽ കെട്ടിയാൽ ഭരണാധികാരികൾ ബുൾഡോസർ ഉപയോഗിച്ച് അവ പൊളിച്ചു മാറ്റും. എന്നാൽ വമ്പന്മാർ ലാഭം കൊയ്യാൻ മണ്ണും പുഴയും കയ്യേറിയാൽ കൈയും കെട്ടി നോക്കി നിൽക്കും. ക്യാമറാമാൻ PP സലീമിനോടൊപ്പം JK അൻസാർ, മീഡിയ 1, കൊച്ചി.